നാളെ ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനം. വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക ഒന്നും കൂട്ടിയാൽ എത്രയാണോ എന്ന അധ്യാപകന്റെ ചോദ്യത്തിന് ഒന്നും കൂട്ടിയാൽ ഇമ്മിനി ബല്യൊന്ന് എന്ന് പറഞ്ഞ ബഷീറിനെയാണ്. ബഷീറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. 1908 ജാനുവരി 19 വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. തലയോലപ്പറമ്പിലെ ഇംഗ്ലീഷ് സ്കൂളിലും മലയാളം സ്കൂളിലും പഠിച്ചു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് നടന്നിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അതിൻ്റെ പേരിൽ കുറേ മർദ്ദനേറ്റു, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയൊക്കെ വന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ബാല്യകാല സഖി, മതിലുകൾ, പാത്തുമ്മയുടെ ആട് തുടങ്ങി അനവധി കൃതികളാണ് നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഗവൺമെൻറ് പത്മശ്രീ നൽകി ബഷീറിനെ ആദരിച്ചിട്ടുണ്ട്. നമുക്കായിട്ട് അനേകം കൃതികളെ സമ്മാനിച്ച അദ്ദേഹം ബഷീർ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ബഷീർ 1994 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണദിനമായ ജൂലൈ 5 പിന്നീട് നമ്മൾ ബഷീർ അനുസ്മരണ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും മനുഷ്യ മനസ്സുകളിൽ എന്നും ഉണ്ടായിരിക്കും.